ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെള്ളത്തിൽ വളർത്താവുന്ന 10 ചെടികളെ പരിചയപ്പെടുത്തുന്നതാണ്. ഒന്നാമത്തെ ചെടി കോളീസ് ചെടിയാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ വെച്ച് വളർത്താൻ കഴിയും. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ വെള്ളത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ പെയിൻറ് ചെയ്ത ബോട്ടിലാണ് ഈ ചെടി വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെള്ളത്തിൽ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കുവേ. ഈ പീസ് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചെടി നോക്കാം. രണ്ടാമത്തെ ചെടി ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ ചെടീനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ചെടിയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണല്ലേ. ഇത് പോട്ടിൽ ബുഷിയായി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കൂടുതൽ ഭംഗിയായിരിക്കുവേ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലോട്ട് വെള്ളം നിറച്ച് അതിൽ വെച്ച് കൊടുക്കാം. ഇതും ഞാൻ പെയിൻറ് ചെയ്തിട്ടുള്ള ബോട്ടിലാണ്. നിങ്ങൾ ബോട്ടിലിൽ ഇതുപോലെയൊക്കെ പെയിൻറ് ചെയ്ത് പ്ലാന്റ്സ് വെക്കാറുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ചെടിയിലോട്ട് പോകാം. മൂന്നാമത്തെ ചെടി സിങ്കോണിയം അഥവാ ആരോ ലീഫ് എന്നൊക്കെ പറയുന്ന ഈ ചെടിയാണ്. ഈ ചെടിയുടെ 3 ചട്ടിയോളം എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഇതിനെ വെള്ളത്തിൽ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പെയിൻറ് ചെയ്ത ബോട്ടിൽ തന്നെയാണ്. അതിലോട്ട് നമുക്ക് ഈ ചെടീനെ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതുപോലെ ചെടികൾ വെള്ളത്തിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് പ്രത്യേകം കെയറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. വെള്ളം തീരുന്നുണ്ടോ എന്ന് നോക്കി അത് ഒഴിച്ചു കൊടുക്കൽ മാത്രം മതിയേ. ഇനി നമുക്ക് നാലാമത്തെ ചെടിയിലോട്ട് പോകാം. നാലാമത്തെ ചെടി സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ 2 വെറൈറ്റികളുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു വെറൈറ്റിയാണ് ഉള്ളത്. ഇത് എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ചാലും ഈ ചെടിയിൽ വേര് പിടിക്കുമേ. ഇനി നമുക്ക് ഇതിനെ ഇതുപോലത്തെ ഒരു ബോട്ടിലെടുത്ത് അതിലോട്ട് വെള്ളം നിറച്ച ശേഷം ആ പ്ലാന്റ് അതിലോട്ട് വെച്ച് കൊടുക്കാം. സ്നേക്ക് പ്ലാന്റിൻ്റെ ഏത് വെറൈറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ 2 തണ്ടാണ് ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. പെയിൻറ് ചെയ്ത ബോട്ടിൽ ഇതുപോലെ ചെടികൾ വെക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കുവേ. ഇനി നമുക്ക് 5ാമത്തെ ചെടിയിലോട്ട് പോകാം. 5ാമത്തെ ചെടി ഡിഫൻബാക്കിയ ചെടിയാണ്. ഈ ചെടിയൊക്കെ സാധാരണ എല്ലാവരും വാഴച്ചെടി എന്നൊക്കെ പറഞ്ഞ് പറിച്ച് കളയുന്ന ഒരു ചെടിയാണ്. പക്ഷേ പോട്ടിലൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കുവേ. ഇതിൻ്റെ താഴെയുള്ള 2 തൈകളാണ് ഞാൻ പറിച്ചെടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ചാലും ഒരു കുഴപ്പവുമില്ല. ഞാൻ താഴെ ചെറിയ തൈകൾ നിന്നതുകൊണ്ടാണ് അത് പറിച്ചിട്ട് വെള്ളത്തിൽ വയ്ക്കുന്നത്. ഇതുപോലെ വെള്ളത്തിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 6ാമത്തെ ചെടിയെ പരിചയപ്പെടാം. ലക്കി ബാമ്പു. ഇത് കൂടുതലായും എല്ലാവരും വെള്ളത്തിൽ വെക്കുന്ന ഒരു ചെടിയാണ്. ഇത് ലക്കി ബാമ്പു എന്നാണ് പറയുന്നത്. ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ലക്കി ബാമ്പു വെള്ളത്തിൽ വെക്കാറുണ്ടോ എന്ന് പറയണേ. ഇനി നമുക്ക് ഇതിനെ വെള്ളത്തിലോട്ട് വെക്കാം. ഇനി ഇതുപോലത്തെ ഒരു പെയിൻറ്റിൻ്റെ ബോട്ടിലിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇതുപോലത്തെ കുറേ ബോട്ടിലുകൾ ഇങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ വെള്ളത്തിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ വളരെ ഭംഗിയാണ്. ഇനി നമുക്ക് ഇതിനെ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഇത് നിൽക്കുന്നത് കാണാൻ. ഇനി നമുക്ക് 7ാമത്തെ പ്ലാന്റിലോട്ട് പോകാം. 7ാമത്തെ പ്ലാന്റ് റിയോ പ്ലാന്റ് ആണ്. റിയോ പ്ലാന്റിൻ്റെ 3 വെറൈറ്റികളുണ്ട്. എൻ്റെ കയ്യിൽ ഈ നാടൻ വെറൈറ്റിയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിനെയും വെള്ളത്തിലോട്ട് വയ്ക്കാം. ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെള്ളം നിറച്ച ശേഷം വെച്ച് കൊടുക്കാം. റിയോ പ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടി വിസ്തൃതിയുള്ള ബോട്ടിലുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ പെയിൻറ് ചെയ്ത ഈ ബോട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് 8ാമത്തെ പ്ലാന്റിലോട്ട് പോകാം. 8ാമത്തെ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റ് ആണ്. 8ാമത്തെ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടി തന്നെയാണ്. ഇനി നമുക്ക് ഇതിനെ വെള്ളത്തിലോട്ട് വെച്ച് കൊടുക്കാം.
ഇതുപോലത്തെ ചെടികളൊക്കെ വെള്ളത്തിൽ വളരുമെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് 9ാമത്തെ പ്ലാന്റിലോട്ട് പോകാം. 9ാമത്തെ പ്ലാന്റ് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. മണി പ്ലാന്റ് കൂടുതലും ആൾക്കാർ വെള്ളത്തിൽ വെക്കുന്ന ഒരു ചെടി തന്നെയാണ്. വെള്ളത്തിൽ നല്ലപോലെ തന്നെ വളരുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. ചെടികൾ വെള്ളത്തിൽ വെക്കുമ്പോൾ കൂടുതൽ കെയർ വേണ്ട എന്നത് പ്രത്യേകം ഒരു കാര്യം തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് 10ാമത്തെ പ്ലാന്റിലോട്ട് പോകാം. 10ാമത്തെ പ്ലാന്റ് വാണ്ടറിങ് ജൂ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റും നമുക്ക് പല ഷേപ്പിലും ആകൃതിയിലും വെള്ളത്തിൽ വെക്കാൻ വേണ്ടി പറ്റുവേ. ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെള്ളത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ നീളമുള്ള ഒരു തണ്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 10 പ്ലാന്റുകളും ഞാൻ ഇതുപോലെ വെള്ളത്തിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റാണ് വെള്ളത്തിൽ വെക്കാൻ കൂടുതൽ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഞാൻ പെയിൻറ് ചെയ്ത ബോട്ടിലൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോകളുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.